നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്തും മികവിന്റെ കാൽനൂറ്റാണ്ട് പിന്നിട്ട് CCTV. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ 28 ഞായറാഴ്ച നടക്കും. കുടുംബസംഗമം, പൊതുസമ്മേളനം, മെഗാ ഷോ എന്നിവയുണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാളിന് കൊടിയേറി. പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ 340ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം ഒക്ടോബർ 2, 3 തീയതികളിൽ. ആഘോഷ കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് 8 പവനോളം സ്വർണ്ണാഭരണം കവർന്നു. പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആരാധന ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്തും മികവിന്റെ കാൽനൂറ്റാണ്ട് പിന്നിട്ട് CCTV. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ 28 ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം ചെമ്മണ്ണൂർ ഷേഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമത്തോടെയാണ് ആഘോഷത്തിന് തുടക്കമാവുക. കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. വിവിധ കലാപരിപാടികളും ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് 4:30 ചേരുന്ന ജൂബിലി പൊതുസമ്മേളനം വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ 25 ചിരാതുകളിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CCTVയുടെ വളർച്ചയുടെ വഴികളും വിവിധ മേഖലകളിലെ പ്രമുഖരുടെ ആശംസകളും അനുഭവക്കുറിപ്പുകളും രേഖപ്പെടുത്തിയ ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സോവനീർ പ്രകാശനം ചെയ്യും. സിൽവർ ജൂബിലിയുടെ ഭാഗമായി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ എഴുതിയ വരികൾക്ക് ഈണം നൽകി പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ആലപിച്ച തീം സോങ് ചടങ്ങിൽ പുറത്തിറക്കും. CCTV ആരംഭിച്ച ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി യുവകവി അനിൽകൃഷ്ണൻ അരിയന്നൂർ എഴുതി നിഖിൽ പ്രഭ സംഗീതം നൽകി ഗായിക സംയുക്ത ആലപിച്ച ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനവും നടക്കും. തുടർന്ന് നൃത്തഗാന ഹാസ്യവിരുന്നിന്റെ നിറച്ചാർത്തൊരുക്കുന്ന മെഗാ ഷോ അരങ്ങേറും. ജനപ്രതിനിധികൾ, സാമൂഹ്യപ്രവർത്തകർ, കലാ-സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ, വ്യാപാരി സുഹൃത്തുക്കൾ, ഉദ്യോഗസ്ഥ മേധാവികൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും. വിവരവിജ്ഞാന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച CCTV സാധാരണക്കാർക്ക് പ്രാപ്യമാകും വിധമുള്ള നിരക്ക് മാത്രം ഈടാക്കി മികച്ച കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനമാണ് നൽകുന്നത്. കോവിഡ് കാലത്തുൾപ്പെടെ അർഹരായവർക്ക് സൗജന്യ കണക്ഷനും മറ്റും നൽകി. വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും ആശ്രയിക്കുന്നത് CCTV സിഗ്നലുകളെയാണ്. സർക്കാർ നടത്തുന്ന K-ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായും സഹകരിച്ചു വരുന്നുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളും 25 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന CCTV നെറ്റ്വർക്കിന് കീഴിൽ 1 ലക്ഷത്തിൽ പരം ഡിജിറ്റൽ കേബിൾ കണക്ഷനുകളും 1/2 ലക്ഷത്തിൽ പരം ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുമുണ്ട്. നമ്മൾ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് നമ്പർ 1 ആണ്. എണ്ണത്തിലും എല്ലാത്തിലും പല പ്രാവശ്യം സംസ്ഥാന തലത്തിലുള്ള ഞങ്ങളുടെ സംഘടനകളും കേബിൾ സ്കാനൊക്കെ നൽകിയിട്ടുള്ള അവാർഡുകളൊക്കെ നമുക്ക് കിട്ടാറ്. ഒരു BTech കഴിഞ്ഞ ഒരു ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ വന്നാലേ അവന് കേബിൾ TVയിൽ കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പലരുണ്ട് നമ്മുടെ അടുത്ത്. ആദ്യം പുതിയ പഠിക്കണം. അതിനു വേണ്ടി ഒരു അക്കാദമി തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കൊല്ലങ്ങളായിട്ട്. ആദ്യം നമ്മൾ ക്യാമറ പഠിപ്പിക്കുന്നത് തുടങ്ങി, എഡിറ്റിംഗ് പഠിപ്പിക്കുന്നത് തുടങ്ങി. അത് നമ്മുടെ ആവശ്യമാണ് പ്രാദേശിക ചാനലിന്. അത് കഴിഞ്ഞപ്പോൾ കേബിൾ ടെക്നീഷ്യന്മാരും ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യന്മാരും അത് സ്പ്ലൈസ് ചെയ്യുന്ന സ്പ്ലൈസർമാരും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ തുടങ്ങി. 5ാമത്തെ ബാച്ച് ഇപ്പോൾ നടക്കണം. ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ഇവിടെ പഠിച്ചതാണ്. വെറും +2 കഴിഞ്ഞ് ഈ കോഴ്സ് കഴിഞ്ഞു. നിങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഇങ്ങോട്ട് ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരുപാട് വലിയ കമ്പനികളിൽ, ഈവൻ കുന്നംകുളം ഞങ്ങൾക്ക് വേണ്ടി 40,000 രൂപ സാലറി കൊടുത്തിട്ട് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹമാണ് ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സംഭവം എന്നർത്ഥം. അതേപോലെ ഇവിടുന്ന് പോയ പല പിള്ളേരും, ഇപ്പോൾ കേരള വിഷനിൽ തന്നെ ഇവിടുത്തെ പല കുട്ടികളും, കേരള വിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്ത് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രോഡ്ബാൻഡ് കമ്പനിയിലേക്ക് ഈ CCTVന്ന് ഒട്ടേറെ പേര് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഒക്കെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടികളാണ്. 115 കേബിൾ ഓപ്പറേറ്റർമാർ വഴി 1000-ഓളം പേർക്ക് തൊഴിൽ നൽകി അവരുടെ കുടുംബങ്ങളുടെ അത്താണിയാകുവാൻ സാധിച്ചിട്ടുണ്ട്. 2000-ലാണ്
അങ്ങനെ ഒരു മെത്തേഡിൽ ഇൻഡിവിജ്വൽ കേബിൾ ടി വി എന്നുള്ളത് മാറി അതൊരു കൂട്ടായ്മയിൽ കേബിൾ ടി വി വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെ ഇൻഡസ്ട്രീനെ വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതൊരു അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിജയകരമായൊരു മാതൃകയാണ് കുന്നംകുളത്തെ മാതൃക. ഈ കുന്നംകുളത്തെ മാതൃകയാണ് പിന്നെ സ്റ്റേറ്റിൽ മുഴുവൻ പടർന്നതും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലകളിലേക്കും പടർന്ന് പന്തലിച്ചത്. അപ്പം അതിൻ്റെ ഒരു നാന്ദിയാണ്. അതിൻ്റെ ഒരു 25-ാം വാർഷികം, ഇവിടെ 25-ാം വാർഷികം വരുമ്പോൾ ഇതിൻ്റെ പിന്നാലേക്ക് ഇനി ഒരുപാട് 25-ാം വാർഷികങ്ങൾ വരില്ലോ. കാരണം അതൊക്കെ ഇതിൻ്റെ പിന്നാലെ പിടിച്ച് കുന്നംകുളത്താണ് ശരിക്കും ഏറ്റവും ആദ്യത്തെ എന്ന് പറയാൻ പറ്റുന്ന. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കഴിഞ്ഞ 19 വർഷമായി 15,000-ഓളം പേർക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പുരസ്കാരവും 5,000-ഓളം പേർക്ക് പഠന സഹായമായി സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്. കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ മാള് അവർക്ക് പണിയാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ കേരള വിഷൻ എന്നുള്ള കാര്യം മറക്കണ്ട. അതുമാതിരി എല്ലാ വ്യവസായത്തിനും അത് പറ്റും. നമുക്കിന്ന് വൻകിട കമ്പനികളെ മാറ്റി നിർത്താൻ ഇനി ഒരിക്കലും പറ്റില്ല. അവർക്ക് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരു തരത്തിലും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ KT സഹദേവൻ, ജോയിന്റ് കൺവീനർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ, വൈസ് ചെയർമാൻ അബ്രഹാം ലിങ്കൺ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ അന്നും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ തന്നെ എന്റെ രാജ്യം എന്നുള്ള സാധനം തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് ഒരുമിച്ച് വന്നാൽ മാത്രമേ തന്നെ ഇങ്ങനെ ഒരു വിജയം കെട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഇന്ന് അതിന് വ്യത്യാസം ഉണ്ടായിട്ടില്ല. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ 340-ാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 2, 3 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത പെരുന്നാൾ കൊടിയേറ്റം നടത്തി. ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. കൈസ്ഥാനി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തിത്തുറന്ന് 8 പവനോളം സ്വർണ്ണാഭരണം കവർന്നു. പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആരാധന ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തിത്തുറന്ന് 8 പവനോളം സ്വർണ്ണാഭരണമാണ് കവർന്നിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കയറുന്നതിന് സമീപത്തുള്ള ആരാധന ജ്വല്ലറി കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ജ്വല്ലറിയുടെ ഷട്ടർ കുത്തിത്തുറന്ന് മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്താണ് മോഷ്ടാക്കൾ ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. ജ്വല്ലറിയിൽ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന 8 പവനോളം സ്വർണ്ണാഭരണമാണ് മോഷണം പോയതെന്നാണ് സ്ഥാപന ഉടമ പോലീസിൽ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറംലോകം അറിയുന്നത്. തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘവും പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ഷൊർണൂർ DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പട്ടാമ്പി ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ നടന്ന മോഷണം വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഏത് സമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയോരത്തും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുമാണ് ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ പരിശോധനയാണ് നടത്തുന്നത്. കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ ചാവക്കാട് നഗരസഭാതല ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. സംസ്ഥാനത്ത് 154 ഗ്രാമപ്രദേശങ്ങളിലെ മോഡൽ CDSകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി തൃശൂർ ജില്ലയിൽ ആദ്യമായി നടപ്പാക്കുന്ന നഗരസഭയാണ് ചാവക്കാട്. നഗരസഭാ സ്നേഹാങ്കണം ഹാപ്പി ഫസ്റ്റ് ചാവക്കാട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം 16-ാം വാർഡ് തെക്കഞ്ചേരിയിൽ NK അക്ബർ MLA നിർവഹിക്കും. എല്ലാ വാർഡുകളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, ഷാഹിന സലിം, അബ്ദുൾ റഷീദ്, മുഹമ്മദ് അൻവർ AV, പ്രസന്ന രണദിവെ, ബുഷറ ലത്തീഫ്, ജീന രാജീവ്, MS ആകാശ്, ഡോക്ടർ U മോനിഷ, ഷൈജ ഹുസൈൻ, പ്രിയ ഷാജി, AV സംഗീത എന്നിവർ പങ്കെടുത്തു. വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചി റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP പ്രവർത്തകനായ കാഞ്ഞിരക്കോട് സ്വദേശി മിഥുനാണ് ആത്മഹത്യ ചെയ്തത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക പീഡനമാണ് യുവാവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നത്. മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക,
കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. വേലൂരിൽ ബസ്സിൽ കയറുന്നതിനിടെ വീണ യാത്രികന് പരിക്കേറ്റു. കുഴിയിലെത്തെ വീട്ടിൽ ശരത് കൃഷ്ണനാണ് പരിക്കേറ്റത്. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്ത് ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ഗുരുവായൂർ എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം ഒക്ടോബർ 3-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പഞ്ചായത്ത് ഓഫീസിനായി മറ്റം ഗ്രൗണ്ടിന് സമീപം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 വെള്ളിയാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിദ്യാലയ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ചെയർമാനായും പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ കൺവീനറായും സ്വാഗത സംഘം രൂപീകരിച്ചു. ഗുരുവായൂർ തൈക്കാട് ബീവറേജിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാവിയുടെ വാഴപ്പള്ളി വീട്ടിൽ ഷാരോൺ, കുരഞ്ഞിയൂർ ഒരക്കെങ്കിൽ വീട്ടിൽ ജെൻഡോ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം. പരിക്കേറ്റവരെ ഗുരുവായൂർ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മുതൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CPM എരുമപ്പെട്ടി കോട്ടപ്പുറം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് M ബാലാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സീരിയൽ സിനിമാ രംഗത്തെ യുവനടനും കോട്ടപ്പുറം നാട്ടുകാരനുമായ പ്രബിൻ, മികച്ച കർഷക അവാർഡ് നേടിയ ജോബി, യുവ കർഷക അവാർഡ് ജേതാവ് പ്രശാന്ത് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ M ബാലാജിയെ ബ്രാഞ്ച് സെക്രട്ടറി KG ശശി പൊന്നാട അണിയിച്ച് ആദരിച്ചു. CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ, മുതിർന്ന നേതാക്കളായ UK മണി, OB സുബ്രഹ്മണ്യൻ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം MS സിധൻ, ലോക്കൽ കമ്മിറ്റി അംഗം PT ദേവസി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, KG ശശി, PT ദേവസി എന്നിവർ സംസാരിച്ചു. ചക്കംകണ്ടത്ത് മാലിന്യ നിക്ഷേപം തടയാൻ നിരീക്ഷണ ക്യാമറ മിഴി തുറന്നു. മാലിന്യ നിക്ഷേപകർ കുടുങ്ങും. ഗുരുവായൂർ നഗരസഭയിൽ ഉൾപ്പെട്ട ചക്കംകണ്ടം അങ്ങാടിത്താഴം തീരദേശ റോഡിൽ മാലിന്യ നിക്ഷേപകരെ പിടികൂടുന്നതിനുവേണ്ടി പൊതുജന സഹകരണത്തോടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സമർപ്പണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ AM ഷഫീർ നിർവഹിച്ചു. 20ാം വാർഡ് കൗൺസിലർ PK നൌഫൽ അധ്യക്ഷനായി. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതുവഴി ഇവിടങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാൻ സാധിച്ചുവെങ്കിലും ചില സാമൂഹ്യദ്രോഹികൾ ക്യാമറയില്ലാത്ത സ്ഥലങ്ങൾ നോക്കി ഇടറോഡുകളിലൂടെ വന്ന് മാലിന്യ നിക്ഷേപം തുടർന്ന സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതിയുടെ നിർദ്ദേശപ്രകാരം ക്യാമറകളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചത്. ഇതോടുകൂടി 2.5 കിലോമീറ്റർ ദൂരമുള്ള തീരദേശ റോഡ് മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായി. ഇതോടെ ഇനി ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ C ലക്ഷ്മി ശുചിത്വ സന്ദേശം നൽകി. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സജന സംബന്ധിച്ചു. തീരദേശ ജാഗ്രതാ സമിതി അംഗങ്ങളായ ഷെരീഫ് കായൽക്കടവ് സ്വാഗതവും ശ്രീധരൻ കറുത്തേടത്ത് നന്ദിയും പറഞ്ഞു.
എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തിരിതെളിഞ്ഞു. ഒക്ടോബർ 2 വ്യാഴാഴ്ച വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപം സപ്താഹയജ്ഞത്തിന് ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരി തെളിയിച്ചു. യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീശൻ, യജ്ഞപൗരാണിക രാധാദേവി എന്നിവരെ താലത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ആചാര്യവരണം നടത്തി. തുടർന്ന് ഭാഗവത മാഹാത്മ്യ പ്രവചനം ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 6:30 വിഷ്ണു സഹസ്രനാമ ജപവും സമൂഹ പ്രാർത്ഥനയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഗോപാല ജപവും തുടർന്ന് പാരായണവും പ്രഭാഷണവും നടക്കും. ഒക്ടോബർ 2 വ്യാഴാഴ്ചയാണ് പാരായണ സമാപനം. പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു അമ്പാടി, ട്രഷറർ രാജൻ വിൽക്കൂട്ടിൽ, മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുന്നത്. ചാവക്കാട് ഇരട്ടപ്പുഴ ഉദയ വായനശാലയുടെ സുവർണ ജൂബിലി വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം സെപ്റ്റംബർ 28 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ടപ്പുഴ രാമീസ് റിജൻസിയിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമ്മേളനം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. മുൻ MLA KV അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയാകും. തുടർന്ന് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടംതുള്ളൽ, ഉദയ വായനശാല കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറുമെന്ന് വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു, സെക്രട്ടറി വലീദ് തെരുവത്ത്, പ്രോഗ്രാം ചെയർമാൻ സഹദേവൻ ആലിൽ, സദീബായ്, പ്രസന്ന ചന്ദ്രൻ, മോഹനൻ ആച്ചി, MS പ്രകാശൻ, C സുബൈർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായനശാലയുടെ 50ാം വാർഷിക ആഘോഷത്തിന്റെ സമാപന സമ്മേളനമാണ് ഈ വരുന്ന സെപ്റ്റംബർ 28 തീയതി ഞായറാഴ്ച. മുഖ്യ അതിഥിയായി നമ്മുടെ മുൻ MLAയും പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ KV അബ്ദുൾ ഖാദർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ മണലൂർ ഗോപിനാഥിൻ്റെ ഓട്ടംതുള്ളൽ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളോടുകൂടിയാണ് നമ്മൾ ഈ 50ാം വാർഷിക ആഘോഷത്തിൻ്റെ സമാപനം. ക്ഷേമ പെൻഷനും ലൈഫ് പദ്ധതിയും മാത്രമല്ല, സമസ്ത മേഖലകളിലും കേരളം ലോകത്തിനു മുന്നിൽ ഒന്നാമതാണ് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പലർക്കും വിഷമമുള്ളതായി കാണുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി പറഞ്ഞു. കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ആത്മാഭിമാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വീട് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിൽ ചിറക്കൽ സംഗമം പാലസിൽ നടന്ന സംഗമത്തിന് KSKTU കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് കൊളത്തേരി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS പ്രവീൺ, പ്രസിഡന്റ് MS വിനോദ്, എക്സിക്യൂട്ടീവ് അംഗം രാജൻ കടവല്ലൂർ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TC ചെറിയാൻ, NK ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. CPM കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുരാജ് സ്വാഗതവും വില്ലേജ് പ്രസിഡന്റ് TK രാജൻ നന്ദിയും പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചവരും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുമായ 500-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഈ ഗവൺമെന്റിന് നട്ടാൽ മുടക്കാത്ത നുണ പ്രചരണങ്ങൾ കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു തുടർഭരണം ഉണ്ടാകും, തുടർഭരണം ഉണ്ടാകുന്ന ഉറപ്പ് നൽകാറുണ്ട്. ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ ജീവിതം മെച്ചപ്പെട്ട ഗവൺമെന്റ് ഇന്നുള്ളതിലേക്ക് മാത്രമല്ല, ഒരു മഹാദുരന്തം പോലെ 2014 പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ ദുരന്തങ്ങൾ മനസ്സിലാക്കാം. ഓക്കി വന്നില്ലേ, നിപ്പ എന്നൊരു രോഗം വന്നില്ലേ, കോഴിക്കോട് ജില്ലയിൽ പണ്ട് തിരിച്ചില്ലേ, 2 പ്രളയം വന്നില്ലേ, 2 പ്രളയം, കോവിഡ് എന്ന മഹാമാരി വന്നില്ലേ, 5 കൊല്ലത്തിനിടയ്ക്ക് ഇതിനെല്ലാം ഇതിനെ രക്ഷിച്ച ഗവൺമെന്റാണ്. ദുരന്ത ബാധിതർ കൂടുന്ന ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കാട്ടാമാല കടവല്ലൂർക്കും നമുക്ക് പ്രളയമുണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മേഖലയും വെള്ളത്തിനടിയിലായപ്പോ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ 2ാം ഘട്ട സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം TO ജോയ്,
പഞ്ചായത്ത് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, എ കൃഷ്ണൻ, രമാ ബാബു, ഷീബ ചന്ദ്രൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ സോഷ്യൽ ഓഡിറ്റിംഗ് പബ്ലിക് ഹിയറിംഗിൽ അധ്യക്ഷയായി. സോഷ്യൽ ഓഡിറ്റിംഗ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ KM അഞ്ജലി റിപ്പോർട്ട് അവതരണം നടത്തി. കില റിസോഴ്സ് പേഴ്സൺ VS സുകുമാരൻ സ്വതന്ത്ര നിരീക്ഷകനായി. റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം ചർച്ചയും നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ജുജു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിവേക്, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ, ഓവർസിയർ VA അരുൺ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരായ ജ്യോതി, ഹർഷ, സുചിത്ര, വിവിധ വാർഡുകളിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ, വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഓഡിറ്റിംഗിൽ പങ്കെടുത്തു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവവും സംസ്കൃതോത്സവവും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷജീന നാസർ അധ്യക്ഷത വഹിച്ചു. ലോക എന്ന സിനിമയിലെ ബാലതാരം ദുർഗ C വിനോദ് വിശിഷ്ടാതിഥിയായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, ഒപ്പന, മാർഗംകളി, തിരുവാതിരക്കളി, ദഫ്മുട്ട് തുടങ്ങി 40ഓളം ഇനങ്ങളിൽ കുട്ടികൾ മാറ്റുരയ്ക്കും. പ്രിൻസിപ്പാൾ S കവിത, പ്രധാനാധ്യാപകൻ MV രത്നകുമാർ, SMC പ്രസിഡന്റ് TG ദയൻ, MPTA പ്രസിഡന്റ് ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് റേഞ്ച് ജനറൽ ബോഡി യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിന് യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി CK വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ റേഞ്ച് സെക്രട്ടറിയും ചാവക്കാട് ഏരിയ CITU സെക്രട്ടറിയുമായ AS മനോജ്, CITU ഗുരുവായൂർ കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി KS പ്രമോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് KN മനോജ് നന്ദിയും പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവം 2025ന്റെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി. പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ഖാലിദ്, സിജില, കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രബീന സത്യൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ വിനീത, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഈ നാട്ടിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് മാലിന്യമുക്തമാക്കുക എന്ന ഒരു ലക്ഷ്യം. അത് അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ അതിഥി തൊഴിലാളികളുടെ തൃശൂർ ജില്ലാ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. AKG സദനത്തിൽ നടന്ന കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാം തയ്യിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹി PT പ്രസാദ്, സംസ്ഥാന ജനറൽ കൺവീനർ V ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അജിത് ഗുരുവായൂർ, VT ബിജു, സൗമ്യ വിരേഷ്, ജില്ലാ നേതാക്കളായ S സോമൻ, സരള സോമൻ, KA രഘു, ഡെന്നി മണ്ണുത്തി, കണ്ണൻ ഗുരുവായൂർ, സുജാത സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ കൺവീനറായി അജിത് ഗുരുവായൂരിനെ തെരഞ്ഞെടുത്തു. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ധനസഹായം തേടുന്ന ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കിളിയേടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനികയുടെയും ആയുഷിന്റെയും ചികിത്സാ സഹായ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി. സമാനമായ രോഗം ബാധിച്ചോ ശസ്ത്രക്രിയയ്ക്ക് മുന്നേ മരണം സംഭവിച്ച ആരവിന്റെ ചികിത്സയ്ക്കായി സമാഹരിച്ച ഫണ്ടിൽ നിന്നാണ് സഹായം നൽകിയത്. 12ഉം 7ഉം വയസ്സുള്ള സഹോദരങ്ങളുടെ ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപയാണ് ചെലവ് വരിക. വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് ഇത്രയും വലിയ തുക കണ്ടെത്താനാകാത്തതിനാൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കഴിഞ്ഞ ദിവസം ആരവ് ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ M ബാലാജി, PG ജയപ്രകാശ്, ബാലചന്ദ്രൻ, മഹേഷ്, ലബീബ് ഹസൻ എന്നിവർ മനോജിന്റെ വീട്ടിലെത്തി സഹായ സമിതി അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ നൽകുകയായിരുന്നു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ തരംഗ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച യുവജനോത്സവം ലോക ഫിലിം ഫെയും ദുർഗ C വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആത്മധൈര്യവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ആർക്കും വിജയത്തിലെത്താൻ സാധിക്കുമെന്ന് ദുർഗ പറഞ്ഞു. PTA പ്രസിഡന്റ് KC പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ GP ശ്രേയസ് സ്വാഗതവും R സുധ ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ, NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, C ജ്യോതി ടീച്ചർ, DVLP സ്കൂൾ പ്രധാനാധ്യാപിക V സരസ്വതി, PTA വൈസ് പ്രസിഡന്റ് KK സാഹിദൻ, MPTA പ്രസിഡന്റ് പ്രീതി എന്നിവർ സംസാരിച്ചു.
CPM-ന്റെ പഴയകാല നേതാവായിരുന്ന തിരുവത്ര കുഞ്ചേരിയിലെ KT അപ്പുകുട്ടൻ അനുസ്മരണ ദിനം ആചരിച്ചു. CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, CPIM ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KH സലാം, TM ഹനീഫ, KR ആനന്ദൻ, TM ദിലീപ്, KT അപ്പുകുട്ടൻ ഭാര്യ നളിനി, ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ സംസാരിച്ചു. കാണിപ്പയൂർ ശ്രീ ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. വ്യാഴാഴ്ച ടീം മണിഗ്രാമത്തിന്റെ ഭജന ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് വാർഡ് 15 പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ദിനം 1 മണിക്കൂർ എന്ന തലക്കെട്ടിൽ ആരംഭിച്ച സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നിർവഹിച്ചു. അംബേദ്കർ നഗറിലെ റോഡിന് ഇരുവശത്തും കാടുപിടിച്ചു നിൽക്കുന്ന കുറ്റിച്ചെടികളും പാഴ്മരങ്ങളും വെട്ടിമാറ്റുകയും കനത്ത മഴയിൽ മണ്ണൊലിച്ചു വന്ന് ഒഴുക്ക് തടസ്സപ്പെട്ട കാനകൾ വൃത്തിയാക്കുക, റോഡരികിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങിയ സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. മേഖലയിൽ ഇഴജന്തുക്കൾ വ്യാപകമായി ഉള്ളതിനാൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ സേവനവുമായി രംഗത്തെത്തിയത്. സേവന പ്രവർത്തനങ്ങൾക്ക് MA കമറുദ്ദീൻ, നിഷാദ് ആൽത്തറ, ഷബീർ ഹസൻ, മൊയ്തീൻ ബാവ, ഹുസൈൻ പൂയംകുളം എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,530 രൂപ, പവന് 84,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 144 രൂപ. ചരമം. ഒരുമന്നൂർ മങ്ങോട്ടുപടിയിൽ താമസിക്കുന്ന പരേതനായ പൊന്തുവീട്ടിൽ ചക്കരപ്പിള്ളി സെയ്താലി മകൻ PC അബ്ദുൽ ഹമീദ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ഒരുമന്നൂർ മുഹിദ്ദീൻ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്തും മികവിന്റെ 4 നൂറ്റാണ്ട് പിന്നിട്ട് CCTV. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ 28 ഞായറാഴ്ച നടക്കും. കുടുംബസംഗമം, പൊതുസമ്മേളനം, മെഗാ ഷോ എന്നിവയുണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവയുടെ 340-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം ഒക്ടോബർ 2, 3 തീയതികളിൽ. ആഘോഷ കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് 8 പവനോളം സ്വർണ്ണാഭരണം കവർന്നു. പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആരാധന ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.